ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹൈ റേഞ്ച് വ്ളോഗ്സ്. ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതിലുണ്ട്. ഫാമിലിയിൽ നിന്ന്, റിലേറ്റീവ്സിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്നും വളരെയധികം ഫീഡ്ബാക്ക് ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. പോകാം വീഡിയോയിലോട്ട്. കഴുകി വൃത്തിയാക്കിയ പീസ് മീൻ 2 കിലോ, അതിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1 ടീസ്പൂൺ ഇവയിട്ട് യോജിപ്പിച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം പാനിൽ എണ്ണ ഒഴിച്ച് മീൻ പകുതി വേവിൽ വറുത്ത് കോരുക. മീൻ വറുത്ത് കോരാനും കറിക്കും കൂടി ആകെ ഞാൻ 1/2 കിലോ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചോറിന് തൂകാൻ വേണ്ട ഐറ്റങ്ങൾ നമുക്ക് വറുത്ത് കോരാം. ഗ്രേവി തയ്യാറാക്കാനുള്ള പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ 100 ഗ്രാം നട്ട്സ് എണ്ണ ചൂടാകുമ്പോൾ വറുത്ത് കോരുക. അതിനുശേഷം 100 ഗ്രാം മുന്തിരി വറുത്ത് കോരുക. വളരെ ഹെൽത്തിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. തുടക്കക്കാർക്കെല്ലാം ഉണ്ടാക്കാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഇതേ എണ്ണയിൽ 1/2 കിലോ സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് സ്വല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് ക്രിസ്പി ആയിട്ട് വറുത്ത് കോരുക. ചോറിന് തൂകാനുള്ളതാണ്. ഞാൻ ഈ ബിരിയാണി 25 പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഐറ്റങ്ങളാണ്. ഇനി നമ്മൾക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള ഐറ്റങ്ങൾ: 1 കിലോ തക്കാളിപ്പഴം, 150 ഗ്രാം ഇഞ്ചി, 150 ഗ്രാം വെളുത്തുള്ളി, 150 ഗ്രാം പച്ചമുളക്, 2 കിലോ സവോള. ഈ എണ്ണയിൽ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. 1 സ്പൂൺ ഇട്ടാൽ മതിയേ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കിലോ സബോള ഇടുക. ഗ്രേവി നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയാണ് അത്രയും സബോള ആഡ് ചെയ്തിരിക്കുന്നത്. 1 കിലോ തക്കാളിപ്പഴം അരിഞ്ഞത് ഇടുക. പിന്നീട് പച്ചമുളക് ഇടുക. ഇത് നല്ല രീതിയിൽ വാട്ടുക. സ്വല്പം ഉപ്പും കൂടി ഇടണേ. നമ്മൾ മീൻ വറക്കാൻ സ്വല്പം ഉപ്പ് ഇട്ടുള്ളൂ. അതിന്റെ ബാലൻസ് ഉപ്പ് ഗ്രേവിയിൽ ഇടണേ. 1 കൈപ്പിടി മല്ലിയില ഇടുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഐറ്റങ്ങൾ ഇടുക. ബിരിയാണി മസാല 50 ഗ്രാം, ഫിഷ് മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇവയിട്ട് പച്ചപ്പ് മാറുന്നിടം വരെ വഴറ്റുക. അതിനുശേഷം നിരക്കെ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടുക. നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട്. സ്വല്പം മല്ലിയില പുറമെ ഒന്ന് തൂകി മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ചോറ് സെറ്റാക്കാം. ബസുമതി റൈസ് 2.5 കിലോ, അത് വെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് കുതിർത്ത് കഴുകി വാരിയെടുക്കുക. നമ്മൾ ചോറിന് വെള്ളം വെക്കുന്ന സമയത്ത് അരി കുതിർക്കാൻ ഇടുക. വെള്ളം വെച്ചതിന് ശേഷം ഏലക്ക 7 ഗ്രാമ്പൂ 10, കറുവ ചെറുതായി ഒടിച്ചത് 6 കഷ്ണം, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങ പിഴിഞ്ഞ നീര്, 1 സ്പൂൺ നെയ്യ്, ഇത്രയും ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വാരിയ അരി ഇട്ട് 3/4 വേവിൽ കോരുക. സമയത്ത് പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി ചോറിൽ ഒഴിക്കാൻ മാറ്റി വെക്കണം. നമ്മൾ ഇതിനകത്ത് കളർ ഒന്നും ചേർക്കുന്നില്ല. 2 ലെയറായിട്ടാണ് ദം ഇടുന്നത്. 200 ഗ്രാമിന്റെ RKG നെയ്യാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 100 ഗ്രാം ആദ്യം ഒഴിക്കുക. അതിനുശേഷം ഫിഷ് മസാലയുടെ പകുതി ഇട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറിന്റെ പകുതി ഇട്ട് ഫില്ല് ചെയ്യുക. പൈനാപ്പിൾ എസൻസ് 1 ബോട്ടിൽ, ഇതിൻ്റെ അകത്ത് ഞാൻ 25 പേർക്ക് 1/2 ഭാഗമേ ചേർക്കുന്നുള്ളൂ. അതിന്റെ 1/4 ഭാഗം ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞളും പാലും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് തൂവുക. അതിനുശേഷം 1 കൈപ്പിടി മല്ലിയില ഇടുക, സബോള ഇടുക, അതിനുശേഷം നട്ട്സ് ഇടുക. 2ാമത്തെ ലെയർ ഇടാൻ വേണ്ടി ബാക്കി നിൽക്കുന്ന ഫിഷ് മസാല ചേർക്കുക. അതിനുശേഷം ചോറിടുക. എന്നിട്ട് അതേപോലെ തന്നെ ചെയ്യുക. നമ്മൾ എന്നിട്ട് നല്ലവണ്ണം ചെറു തീയിൽ വെച്ച് നല്ലവണ്ണം ആവി കയറുന്നിടം വരെ വയ്ക്കണേ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ദം ഇടാൻ അറിയാത്തവർ വിഷമിക്കേണ്ട. ചോറിൻ്റെ അകത്ത് നട്ട്സ്, മുന്തിരി, സബോള, മല്ലിയില, പൈനാപ്പിൾ എസൻസ്, പാലിൽ മഞ്ഞൾ ചേർത്ത മിശ്രിതം ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾ 1 കിലോ അരിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ എസൻസ് 1/4 ഭാഗം മതിയേ. സെർവ് ചെയ്യുന്ന സമയത്ത് കറി പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ വെച്ച് നമുക്ക് ചോറെടുക്കാം. ബിരിയാണിയുടെ എല്ലാം ഹൈലൈറ്റ് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുക. 1 കിലോ അരിയിൽ സുഖമായി 10 പേർക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നിടം വരെ ഹാവ് എ നൈസ് ഡേ.